സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴയാണ്. ശക്തമായ മഴ ലഭിക്കുന്നതോടുകൂടി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് ഉയരുകയുമാണ്. ഇപ്പോൾ നിലവിൽ 135.7 അടിയാണ് നിലവിലെ ജലനിരപ്പ്. അപ്പോൾ മഴയും ഒക്കെ ഈ പറഞ്ഞ മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലെ മഴയുടെ അളവ് തോതൊക്കെ കൂടിയാൽ, അങ്ങോട്ടേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയാൽ സ്പില്ലേ വഴി പുറത്തേക്ക് പെരിയാറിൻ്റെ തീരത്തേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ തൃശ്ശൂർ പി.ടി. ഡാമിൻ്റെ ഡാം തുറക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളും ചേരുന്നു. ആദ്യം രാഹുലിലേക്ക് പോകുന്നു. രാഹുൽ, എങ്ങനെയാണ് നിലവിലെ ഇപ്പോൾ ഇന്നലെ രാത്രിയിലത്തെയും ഇന്നത്തെയും ഒക്കെയായി മുല്ലപ്പെരിയാർ വൃഷ്ടിപ്രദേശങ്ങളിലെ മഴ പെട്ടെന്ന് 136 അടിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ രാഹുൽ? ഇപ്പോഴത്തെ ഒരു നിലയ്ക്കാണെങ്കിൽ പെട്ടെന്ന് 136 അടിയിലേക്ക് ജലനിരപ്പ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ശക്തമായ മഴ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിലവിൽ എന്തായാലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. 135.7 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. 136 റൂൾ കർവ്. നമുക്കറിയാവുന്ന പോലെ 136 അടിയിലേക്ക് എത്തുമ്പോഴേക്കും അത് കവിഞ്ഞാൽ അധികമായി വരുന്ന വെള്ളം സ്വാഭാവികമായിട്ടും സ്പിൽവേ വഴി പുറത്തേക്ക് ഒഴുക്കാനേ തമിഴ്നാടിന് കഴിയൂ. തമിഴ്നാട് കൊണ്ടുപോകാൻ പറ്റുന്നതിന്റെ പരമാവധി വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട്. തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 2200 ഘനയടി വെള്ളത്തോളം അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. മഴ ശക്തമാണെങ്കിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിയേ മതിയാകൂ. എന്തായാലും അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പെരിയാറാണ്, വള്ളക്കടവ് ഭാഗമാണ്. അതായത് ഈ സ്പിൽവേ തുറന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ആദ്യം എത്തുന്ന ജനവാസ മേഖല എന്ന് പറയുന്നത് വള്ളക്കടവാണ്. ഇവിടെ ഇങ്ങനെ പെരിയാർ ശാന്തമായി ഒഴുകുകയാണ്. അപകട നിലയിലൊന്നുമല്ല നിലവിലത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ എങ്ങനെയാണോ പെരിയാർ ഒഴുകുന്നത് ആ അളവ് മാത്രമേ ഉള്ളൂ നിലവിൽ പെരിയാറിൽ. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം വന്നാൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഈ ഭാഗത്ത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. 883 കുടുംബങ്ങൾ അങ്ങനെ ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന അപകട സാഹചര്യം ഉണ്ടായേക്കാവുന്ന കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയതായാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഏകദേശം 4000-ഓളം ഘനയടിയായി ഉയർന്നിട്ടുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ 2200 ഘനയടിയേ ഉള്ളൂ. അധികമായി എത്തുന്ന വെള്ളം അത് ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം 0.05 അടി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും ജലനിരപ്പ് ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഹാഷ്മി. ഓക്കെ, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിലേക്കുള്ള ജലനിരപ്പ് കൂടുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും മഴ കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അതല്ല, മഴ പെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് ഒഴുക്ക് കൂടുന്നുണ്ട്. 136 അടിയിലേക്ക് ചിലപ്പോൾ ഉടനെ എത്തുകയും ചെയ്തേക്കാം. സൂരജ് സജി കുറിച്ചത്. സൂരജ്, പി.ടി. ഡാം തുറക്കുന്നതോടെ ഈ അവിടെ മണലി, കരുവന്നൂർ എന്നൊക്കെ പറയുന്ന പുഴയുടെ ജലനിരപ്പ് ഉയരില്ലേ? തീരങ്ങളിൽ ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത് സൂരജ്? ഹാഷ്മി, മണലി അതോടൊപ്പം തന്നെ കരുവന്നൂർ പുഴകളിൽ 30 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരും എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ പി.ടി. ഡാം തുറന്ന സമയത്ത് ഈ മണലിപ്പുഴയുടെ തീരത്തുണ്ടായിരുന്ന വീടുകളിലേക്കടക്കം വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ അറിയിപ്പൊന്നും നൽകാതെ ഇത്തരത്തിൽ ഇത് തുറന്നുവിട്ടു എന്നത് സംബന്ധിച്ചുള്ള ഈ വിമർശനങ്ങളൊക്കെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കൃത്യമായ അറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇന്ന് 11 മണിയോടുകൂടിയായിരുന്നു ഈ ഡാം തുറക്കാൻ നിശ്ചയിച്ചിരുന്നത്. അതിപ്പോൾ 2 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇന്നലെ രാത്രി അല്പം മഴ കുറഞ്ഞു നിന്നെങ്കിൽ പോലും ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും മഴ ശക്തമാവുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലടക്കം വലിയ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാമിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കുതിരാൻ മലനിരകളിലടക്കം ശക്തമായ മഴയുണ്ട് എന്നുള്ള വിവരം ജില്ലാ ഭരണകൂടം തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 2 മണിയോടുകൂടി 4 ഷട്ടറുകളായിരിക്കും തുറക്കുക. അത് 4 മീറ്റർ വീതം ഉയർത്തി വെള്ളം ക്രമപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അതുകൊണ്ട് തന്നെ കരുവന്നൂർ മണലിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. കാശ്മീർ.